ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 87. അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോവാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ, പതിവ് പോലെ തന്നെ കിച്ചൺ പ്രോബ്ലമാണ് ഇന്നത്തെ ഹൈലൈറ്റും. അപ്പോൾ നമ്മുടെ ഗേൾസ് ഗ്യാങ് അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഇന്നത്തെ ആ ഒരു ദിവസം അക്ബറിൻ്റെ ദിവസമായിരുന്നു എന്ന് തന്നെ പറയാം. ഇന്നത്തെ ഈ ഒരു കിച്ചൺ പ്രശ്നത്തിലൂടെ 3 ഗേൾസ് അടിച്ച് പിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ അനുവിൻ്റെ ആണെങ്കിലും ആദിലയുടെ ആണെങ്കിലും നെഗറ്റീവ് വശം നന്നായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കിച്ചൺ പ്രശ്നത്തിൽ ഈ അനുവിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അനു എത്ര നന്നായിട്ട്, അത് നമ്മുടെ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ അങ്ങനെയാണൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എത്ര നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കിയാലും അത് കൊടുക്കുന്ന സമയത്ത് ഒട്ടും മനസ്സമാധാനത്തോടെ കൊടുക്കത്തില്ല. ഈ കുറച്ചേ ഉള്ളൂ എങ്കിലും ടേസ്റ്റ് കുറവാണെങ്കിലും നമുക്ക് നല്ല മനസ്സോടെ അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി നല്ല രീതിയിൽ കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാം വയറ് നിറയും അല്ലേ. ഇത് എന്താ, ഫുഡിൻ്റെ ക്രെഡിറ്റ് കിട്ടാനാണോ, അതോ ഞാൻ ഉണ്ടാക്കിയ കാരണം ഞാൻ തന്നെ വിളമ്പി കൊടുക്കാം, അങ്ങനെയുള്ളൊരു വാശിയുടെ പുറത്താണോ എന്നും സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു സമാധാനം ഇല്ലാതെയാണ് അനു ഫുഡ് എല്ലാവർക്കും സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അനു മാസമായിട്ട് ചെമ്പുപാത്രം എടുത്തുകൊണ്ട് ലാലേട്ടൻ്റെ മുന്നിൽ കൊണ്ട്, നോക്കു ലാലേട്ട, ഇപ്പോഴും ഇവർക്ക് എത്രമാത്രം അരി ഇടണം, ഇത്രയും ദിവസമായിട്ട് ഇവിടെ നിന്നിട്ട് എത്രമാത്രം അരി ഇടണം, കണ്ടോ നമുക്ക് റേഷനല്ലേ കിട്ടുന്നത്, ഇത്രയും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച ആൾ ഇന്ന് അക്ബർ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, നേരെ തിരിച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ കർമ്മ അല്ലേ, കർമ്മ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, ഇപ്പോൾ അപ്പോൾ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് അക്ബറും ടീമും ഈ ഒരു ഫുഡ് ഉണ്ടാക്കിയത് എല്ലാവർക്കും വേണ്ടി വെച്ചിട്ടാണ് അത്രയും ബാക്കി വന്നത്. ഇന്ന് അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി വെച്ചതാണ്, എത്രമാത്രം ഇടണമെന്ന് ഇവർക്കറിയില്ലായിരുന്നോ. അപ്പോൾ ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പം അത് അനു മറ്റുള്ളവരുടെ തലയിലേക്ക് കൊണ്ട് വെക്കുന്നുമുണ്ട്. ഇതൊക്കെ വെറും നിസ്സാരമായിട്ടുള്ള, എന്നാൽ കേൾക്കുന്ന ആൾക്കും കാണുന്ന നമുക്കൊക്കെ വളരെ മോശമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണല്ലേ ഈ ഒരു ഫുഡിൻ്റെ കാര്യം. എപ്പോൾ തൊട്ട് നമ്മൾ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ ഈ ഒരു ഫുഡ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞെങ്കിൽ അവിടെ ആ ഒരു പ്രശ്നം തീർന്നു. പിന്നെ അനീഷ് ഇപ്പോൾ അനു വന്ന് അനുവിൻ്റെ സങ്കടങ്ങളും അനുവിൻ്റെ വിഷമങ്ങളും എല്ലാം അനീഷിനോട് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ഈ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴും അനു ചെയ്തിട്ടുള്ള നെഗറ്റീവ്സും കൂടെ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇവരുടെ ആ ഒരു ബോണ്ടിങ്ങിൽ നമുക്കൊരു നന്നായിട്ട് കാണാമായിരുന്നു. ഇത് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം അനുവിൻ്റെ നെഗറ്റീവ്സ് അനുവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല അനീഷ്. നമുക്ക് തുടക്കം തന്നെ അറിയാം ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അത്ര നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ല. കാരണം ചില സമയങ്ങളിൽ അവരൊന്നിച്ച് നിൽക്കേണ്ട സ്ഥലങ്ങളിൽ പോലും ചില സമയങ്ങളിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ കാര്യം കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും മറ്റുള്ളവരിലേക്ക് ഇട്ട് കൊടുക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ പോയി അവർ ഒറ്റയ്ക്ക് കളിക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഇടയ്ക്ക് PR വർക്ക്സ് ഉള്ളതുകൊണ്ടല്ലേ നീ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ നൂറയോട് പറയുന്നുണ്ട്, നീ ടോപ്പ് 5-ൽ എത്തിക്കൊണ്ടുള്ള അഹങ്കാരമല്ലേ, ഒക്കെ അങ്ങനെ ഇങ്ങോട്ടും പരസ്പരം ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് വന്ന് അത് നമ്മളെ അതൊക്കെ നമുക്ക് അവരുടെ ഉള്ളിലെ മനസ്സിലെ കാര്യങ്ങളൊക്കെ പുറത്ത് കാണിക്കുന്നുണ്ട്. ഷാനവാസ് അനുവിനെതിരെ കിച്ചൺ പ്രോബ്ലത്തിലൊക്കെ അനുവിനെതിരെ തന്നെ പറയുന്നുണ്ട്. കാരണം ഷാനവാസിന് ഇതേ ഒരു അവസ്ഥ കഴിഞ്ഞ പ്രാവശ്യം ഷാനവാസിനും ഉണ്ടായപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഷാനവാസ് പ്രതികരിക്കുന്നുമുണ്ട്. ഷാനവാസിന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ പറയുന്നുമുണ്ട്. പിന്നെ അനുവല്ല ആദിലയും നൂറയും കൂടെ പറയുന്നുണ്ട് അനുവിനേക്കാൾ ഭേദം അക്ബർ തന്നെയാണ് പറയുന്നുണ്ട്. ആ ലെവൽ വരെ എത്തിയിട്ടുണ്ട്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നെവിൻ സാബുമാനെ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നാരദനാണ് ആ ഒരു ടൈപ്പ്, കറക്റ്റാണ് കേട്ടോ. പിന്നെ 2 വശത്തും പോയി ഇരിക്കും, 2 വശത്തും കാലി ചവിട്ടി, ഇവിടെയാണ് ഒരു സ്ഥിരതയില്ല. അപ്പോൾ പിന്നെ എന്തൊക്കെയോ ആക്ഷൻ സാബുമാൻ കാണിക്കുന്നുണ്ട്. സത്യത്തിൽ ചിരിയാണ് വന്നത്. പിന്നെ പറയുന്നുണ്ട് പുറത്തായിരുന്നെങ്കിൽ കാണിക്കാമായിരുന്നെന്നൊക്കെ. പോട്ടെ, അങ്ങനെയല്ലേ സാബുമാൻ പറയുന്നുണ്ടല്ലോ. ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ ടാസ്കുകളാണ്, മണി ബാങ്ക് ടാസ്കുകളാണ് നടന്നത്. 2 ടാസ്കുകളാണ് നടന്നത്. ഫസ്റ്റ് ടാസ്കിൽ ഒരു ഫാനിൽ കുറച്ച് ഗ്ലാസ്സസ് ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ ഗ്ലാസ്സുകളിൽ ഒരു നിശ്ചിത പ്രൈസും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രൈസ് പറഞ്ഞിരിക്കുന്നത് 50,000 രൂപയാണ്. അപ്പോൾ ഒരു നിശ്ചിത പോയിന്റിൽ നിന്നുകൊണ്ട് ഒരു ബൗളിൽ കുറച്ച് ബോളും ഉണ്ട്, അത് നേരെ ആ ഗ്ലാസ്സുകളിൽ വീഴ്ത്തണം. ഒരു നിശ്ചിത സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ വീഴ്ത്തണം. അത് ആര് വിൻ ചെയ്യുന്നോ അവർക്ക് ആ പ്രൈസ് മണി കിട്ടും ആ ഗ്ലാസ്സിൽ. അപ്പോൾ ഈ ഒരു ടാസ്കിൽ വിൻ ചെയ്തിരിക്കുന്നത് അക്ബർ, ഷാനവാസ്, അനുവാണ്. അപ്പോൾ ഈ 50,000-ൽ അനുവിന് കിട്ടിയിരിക്കുന്നത് 5,000, ഷാനവാസിന് 10,000, അക്ബറിന് 10,000, അങ്ങനെയാണ്. ബാക്കി വേസ്റ്റായിപ്പോയി. അടുത്ത ടാസ്ക് വളയം എറിഞ്ഞുള്ളൊരു ടാസ്ക് ആയിരുന്നു. അതിൽ ജയിച്ചത് നൂറ, ഷാനവാസ്, അനീഷായിരുന്നു. നൂറയ്ക്ക് 5,000 പോയിൻറ്റും ഷാനവാസിനും അനീഷിനും 2,500 പോയിൻറ്റുമാണ് കിട്ടിയത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. പിന്നെ അനു, ആദില, നൂറ ഇവരുടെ പ്രശ്നത്തിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.
താങ്ക് യു.